നമസ്കാരം. 10 സെക്യൂരിറ്റി ഗാർഡുകളുടെ അകമ്പടിയോടെ മാത്രം സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് വലിയ പ്രശ്നമുണ്ടായാലും 10 പേരെ ചുറ്റിലും നിർത്താതെ ഒരിക്കലും സംസാരിക്കാൻ മുതിരാത്ത മുഖ്യമന്ത്രി ഇപ്പോ ആളാകെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് AC കാറ് വേണ്ട, 1 കോടി മുടക്കുന്ന ബസ് വേണ്ട, ആർഭാടങ്ങൾ ഒന്നും തന്നെ വേണ്ട. അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്ക് ഒപ്പമുണ്ട്. പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സാധാരണക്കാരനെ പോലെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവിനെ പോലെ അഭിനയിച്ച് തിമിർക്കുകയാണ് കക്ഷി. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ യാതൊരു അസുഖങ്ങളോ അസൗകര്യങ്ങളോ ഇല്ല എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരക്കിട്ട പ്രചരണങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വാപൊതിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും യാതൊരു ഇഷ്ടക്കേടും കൂടാതെയാണ് മുഖ്യമന്ത്രി കറങ്ങി നടക്കുന്നത്. ഇത്രയും കാലം മുഖ്യനുണ്ടെന്ന് പറയപ്പെടുന്ന സുരക്ഷാ ഭീഷണി ചിത്രത്തിൽ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നതും പലയിടങ്ങളിലായി സഞ്ചരിക്കുന്നതുമെല്ലാം അതിഭീകര സുരക്ഷയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ തന്നെയാണ് എന്നതാണ് സവിശേഷത. നാട് മുഴുവൻ ഗതാഗതം തടഞ്ഞും അഗ്നിരക്ഷാ സേന മുതൽ ആംബുലൻസ് വരെ ഉൾപ്പെടുന്ന വാഹന വ്യൂഹം ഒരുക്കിയും വിവാദങ്ങളിൽ ഇടം പിടിച്ച് നവകേരള സദസ് മോഡൽ സുരക്ഷാ സന്നാഹവും കൊണ്ട് മാത്രം പോകുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി ലളിതമായിട്ടുള്ള യാത്രയാണ് നടത്തുന്നത്. ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് വോട്ട് പിടിക്കൽ. പൈലറ്റ്, എസ്കോട്ട്, പോലീസ് വാഹനങ്ങൾ, ഇവയ്ക്ക് പുറമെ അംഗരക്ഷകരുടെ വാഹനങ്ങൾ അടക്കം 1/2 ഡസനിൽ താഴെ വാഹനങ്ങൾ മാത്രം ഉൾപ്പെടുന്ന വ്യൂഹമാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ ഉണ്ടായിരുന്നിരുന്നത്. ആ സുരക്ഷയെല്ലാം മുഖ്യമന്ത്രി ഒഴിവാക്കുന്നു. 7 ആയുധധാരികളടക്കം 25 കമാൻഡോകൾ ഉൾപ്പെട്ട ദ്രുത കർമ്മസേന, 2 എസ്കോട്ട് വാഹനങ്ങൾ, 1 പൈലറ്റ് വാഹനം, സ്ട്രൈക്കേഴ്സ് ഫോഴ്സ്, സ്പെഷ്യൽ വാഹനം തുടങ്ങിയവ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ അണിനിരന്നിരുന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു യാത്ര കുറച്ചു കാലമായി ഇല്ല. മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, അഗ്നിരക്ഷാ സേന, മെഡിക്കൽ സംഘം, ആംബുലൻസ് തുടങ്ങിയവയെല്ലാം നേരത്തെ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ അതും കാണാനില്ല. എല്ലാത്തിനെയും മുഖ്യമന്ത്രി പാടെ ഒഴിവാക്കുന്നു. ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. മുൻകൂറായി ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ക്ലിയറിംഗ് പാർട്ടിയെ നിയോഗിക്കുന്ന രീതിയും ഇപ്പോൾ കാണാനില്ല. ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതും കാണിച്ചതുമെല്ലാം വെറും നാടകം മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അവിടെ എത്തിയിരുന്നില്ല. മോശം കാലാവസ്ഥയെ തുടർന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറക്കാനാവാതെ വന്നതോടെയായിരുന്നു അന്ന് ആ കാരണം കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം മുഖ്യമന്ത്രി ഒഴിവാക്കിയത്. തുടർന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജലമേള ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ മുഖ്യന്റെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്തുകൊണ്ട് നവകേരള സദസ് എന്ന സർക്കാരിന്റെ ദൂർത്ത് യാത്രയ്ക്ക് വേണ്ടി 1 കോടി ചെലവാക്കി പ്രത്യേകമായി ഒരു ബസ് ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിലേക്ക് ഇറക്കിയിരുന്നു. അതും നാം കണ്ടതാണ്. അന്ന് അവിടെ പ്രധാനമായി എടുത്തു പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രി സന്നാഹങ്ങളുടെ സുരക്ഷ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയ വിവാദങ്ങൾ വലിയ രീതിയിൽ ഉയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മണിമാളികയിൽ ഇരുന്നു കൊണ്ട് മറുപടി പോലും പറയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറങ്ങണമെങ്കിൽ എസ്കോട്ടും അകമ്പടിയും വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം നല്ല ചുറുചുറുക്കനായി മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്.